സഭാ പിതാക്കന്മാര് പറഞ്ഞു വയ്ക്കും, ആദ്യത്തെ സക്രാരി പരിശുദ്ധ മാതാവാണ്. അമ്മയുടെ ഉദരത്തിലാണ് ദിവ്യകാരുണ്യമായ ഈശോ ആദ്യമായിട്ട് ഉരുവായത്. ആദ്യത്തെ സക്രാരിയായ ദിവ്യകാരുണ്യ ഈശോയെ വഹിച്ച അമ്മയുടെ വലിയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ആലയത്തിൽ അമ്മയോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ, ഞങ്ങളെ നീ സഹായിക്കണമേ. വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കാനും ബലിയുടെ പൊരുൾ തിരിച്ചറിയാനും ദൈവമേ ഞങ്ങളെ ഇടവരുത്തണമേ. നമുക്ക് ചേർന്ന് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായം 29-ാം വാക്യം. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷനായി. ഹല്ലേലൂയ. 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 നമുക്കെല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. Praise the Lord. Hallelujah. 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 പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ IMS-ൽ വരുന്നവരാണ്. ഇതുവരെ നിങ്ങൾ ഒരു കൗൺസിലിംഗ് നടത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു അവസരമുണ്ട്, പോയി കൗൺസിലിംഗ് നടത്തുക. IMS-ൽ വന്നതിന് ശേഷം കൗൺസിലിംഗ് നടത്തിയിട്ടുള്ളവരൊക്കെ ഒന്ന് കൈയെത്തുക, കൈ താഴ്ത്തുക. നിങ്ങളിൽ പലരും കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങൾ എഴുന്നേറ്റ് പോയി ഒരു കൗൺസിലിംഗ് നടത്തുക. കൗൺസിലിംഗ് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നവരെ എഴുന്നേൽക്കുക. ഊട്ടുശാലയിലാണ് കൗൺസിലിംഗ് നടക്കുന്നത്. സ്ത്രീകൾ, നിങ്ങൾ ഇതുവരെ ഒരു കൗൺസിലിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ പോയി ഒരു കൗൺസിലിംഗ് നടത്തുക. ഊട്ടുശാലയിൽ പോകുക. പുരുഷന്മാർ, നിങ്ങൾ ഇതുവരെ ഒരു കൗൺസിലിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ പോയി ഒരു കൗൺസിലിംഗ് നടത്തുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. 1273 വിശുദ്ധ തോമസ് അക്വിനാസ് ഒരു ദേവാലയത്തിൽ നിന്ന് ബലി അർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ബലിയർപ്പണ സമയത്ത് ദൈവ സ്നേഹം കൊണ്ട് നിറഞ്ഞ് ആ ഒരു കൃപയുടെ ശക്തിയാൽ തോമസ് അക്വിനാസ് ആ ബലിയുടെ ഇടയിൽ വെച്ച് തന്നെ മോഹാലസ്യപ്പെട്ട് വീണ്, എന്നാൽ പിന്നീട് ആ ബലി പൂർത്തീകരിച്ചു. എന്നിട്ട് തൻ്റെ ചുറ്റും കൂടിയ മനുഷ്യരോട് തോമസ് അക്വിനാസ് പറയും, ഞാൻ ഇന്ന് വരെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കാരണം സഭയിലെ ബുദ്ധിരാക്ഷസനായിട്ട് അറിയപ്പെടുന്ന ഒരു വിശുദ്ധൻ, വിദ്യാഭ്യാസത്തിൻ്റെ അധ്യാപകരുടെയൊക്കെ മധ്യസ്ഥനായിട്ട് അറിയപ്പെടുന്ന വിശുദ്ധൻ, എണ്ണിയാൽ തീരാത്തത്രമാത്രം പുസ്തകങ്ങൾ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചും ഏതാനും പുസ്തകങ്ങൾ ദിവ്യകാരുണ്യത്തെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുള്ള വിശുദ്ധൻ.
എന്നാൽ ദിവ്യബലി സമയത്ത് തനിക്കുണ്ടായ ആ ദൈവിക ശക്തിയും താൻ അനുഭവിച്ച ദൈവിക സ്നേഹവും ആ വിശുദ്ധൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്ന് വരെ എഴുതിയ പുസ്തകങ്ങളൊക്കെ ആ ദൈവ സ്നേഹത്തെക്കുറിച്ച് പറയാൻ അപര്യാപ്തമാണ്. അതൊക്കെ വെറും വൈക്കോല് പോലെയാണ്, നിസ്സാരങ്ങളാണ് എൻ്റെ പുസ്തകങ്ങൾ. കാരണം അതിനേക്കാളുമൊക്കെ മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും വലിയ ശക്തിയാണ് ദൈവത്തിൻ്റെ സ്നേഹം, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ അനുഭവം. അതിനുശേഷം ചരിത്രം പറയുക, വിശുദ്ധനായ തോമസ് അക്വിനാസ് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ എടുത്തു വെച്ച് അത് കുന്നുകൂട്ടി അത് തീയിട്ട് കത്തിച്ചു കളഞ്ഞ് എന്നാ പറയുക. കാരണം ഞാൻ ഇത്രയും നാളും എഴുതിയ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള അതിനേക്കാളും 100 ഇരട്ടിയാണ് ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധൻ പിന്നീട് ഒരു കാര്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നീട് ആ വിശുദ്ധൻ ഒരു കാര്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിതാണ്, നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ആശീർവാദത്തിന് മുൻപായിട്ട് പാടുന്ന ഒരു പാട്ടുണ്ട്, ഭക്തി വണങ്ങുക എന്നുള്ള ആ ഗാനം. ആ ഗാനം തോമസ് അക്വിനാസ് എഴുതിയതാണ്. ആ ഒരു പാട്ട് മാത്രമാണ് പിന്നീട് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് എഴുതിയത്. പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഈ വിശുദ്ധൻ ദൈവിക സന്നിധിയിലേക്ക് തന്റെ സ്വർഗീയ സമ്മാനം മേടിക്കാൻ പോയി. പ്രിയപ്പെട്ടവരെ, വാക്കുകൾക്ക് അതീതമാണ് ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹം. അത്രമാത്രം വലിയ സ്നേഹമാണ് ഓരോ ദിവ്യകാരുണ്യത്തിലൂടെയും ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് സഭയുടെ ഔദ്യോഗിക പുസ്തകമായ കാറ്റഗിസം ഓഫ് കാത്തോലിക് ചർച്ചിൽ, അതായത് വേദപാഠ പുസ്തകം CCC 1324 ഖണ്ഡികയിൽ സഭ ഈ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: പരിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആകെ ഉറവിടവും അത്യുച്ച സ്ഥാനവുമാണ്. എന്തെന്നാൽ സഭയുടെ ആധ്യാത്മിക സമ്പത്ത് മുഴുവനും, അതായത് നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു, പൂർണ്ണമായും കുർബാനയിൽ അടങ്ങിയിരിക്കുന്നു. സഭയുടെ ഏറ്റവും മനോഹരമായ പഠനവും പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സഭ പഠിപ്പിക്കുക ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിത്തറയും ഉറവിടവും പരിശുദ്ധ കുർബാന. ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, ഒരു കത്തോലിക്കനാണെങ്കിൽ കുർബാനയെ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന, ഒരു അനുഗ്രഹം അവൻ്റെ ജീവിതത്തിലില്ല. ഒരു കത്തോലിക്കനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറയും അടിസ്ഥാനവും ഉറവിടവും കുർബാനയായിരിക്കണമെന്ന സഭ നമ്മളെ പഠിപ്പിക്കുക. എന്നിട്ട് വീണ്ടും സഭ പറയും, സഭയുടെ ആധ്യാത്മിക സമ്പത്ത്. സഭയുടെ ആധ്യാത്മിക സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈശോയാണ്. സഭയുടെ ആധ്യാത്മിക സമ്പത്ത് എന്താ? ഈശോയാണ്. ക്രിസ്തുവാണ് സഭയുടെ ആധ്യാത്മിക സമ്പത്തിൻ്റെ ഉറവിടം. എന്നിട്ട് സഭ പഠിപ്പിക്കുക, പെസഹ കുഞ്ഞാടായ ക്രിസ്തു പൂർണ്ണമായിട്ടും ഈ തിരുവോസ്തിയിൽ, ഈ വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായും അടങ്ങിയിരിക്കുന്നു. കാരണം ക്രിസ്തു, നമുക്കറിയാം, ഈശോ പരിശുദ്ധ അമ്മയിൽ നിന്ന് ജന്മമെടുത്ത് അതിനുശേഷം 30-ാമത്തെ വയസ്സിൽ പരസ്യ ജീവിതം ആരംഭിച്ച് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ഞാൻ ഇന്നും ജീവിക്കുന്നവനാണെന്ന് വെളിപ്പെടുത്തി കൊടുത്ത് അവസാനം അന്ത്യത്താഴ സമയത്ത് തൻ്റെ കരങ്ങളിലേക്ക് കുരിശുമരണത്തിന് മുൻപ് തിരുവോസ്തി അല്ലെങ്കിൽ അപ്പം എടുത്തു വെച്ച് അത് സ്വർഗത്തിലേക്ക് ഉയർത്തി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വിഭജിച്ച് എന്നിട്ട് ഈശോ വിളിച്ചു പറയും,
ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഭക്ഷിക്കുക. ആ ദിവ്യകാരുണ്യീശോ അത് സ്ഥാപിച്ചിട്ട് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യുഗാന്ത്യം വരെ, അതായത് ലോക അവസാനം വരെ. ഞാനിപ്പോൾ ഈ കുരിശുമരണത്തിന് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടാലും ഇനി മുതൽ നിങ്ങളോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കുക ഈ ദിവ്യകാരുണ്യത്തിലാ. അത് ഈശോ പറഞ്ഞതാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കല്ല, ഈശോ തമ്പുരാൻ നമ്മളോട് ഉറപ്പിച്ച് പറഞ്ഞതാ. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നിപ്പോ അച്ഛൻ വായിച്ച സുവിശേഷ ഭാഗം ഈശോയുടെ കുരിശു മരണത്തിന് ശേഷം 2 ശിഷ്യന്മാര്, അതിലൊരാളുടെ പേര് ക്ലെയോപ്പാസ് എന്നാണ്. സഭാപിതാക്കന്മാർ പറയും കൂടെ ഉണ്ടായിരുന്നത് മറ്റൊരാൾ ഒരു പക്ഷേ ഭാര്യയായിരിക്കാം. അവരുടെ നാടായ എമാവോസിലേക്ക് ജെറുസലേമിൽ നിന്ന് അവർ കാൽനടയായിട്ട് കടന്നു പോണിന്. അവരുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ തളം കെട്ടി കിടക്കുന്നുണ്ട്. നമുക്കറിയാം, അവരുടെ ചങ്കായിരുന്ന, അവരുടെ ഗുരുവും നാഥനും ഒക്കെയായിരുന്ന ഈശോ ഇതാ 3 ആണികളാൽ കുരിശിൽ തറക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. അവനെ ഒരു കല്ലറയിൽ അടക്കിയിരിക്കുന്നു. തങ്ങളെ പ്രിയപ്പെട്ടവൻ ഇതാ കുരിശിൽ മരിച്ചു എന്നുള്ള ആ വലിയ വേദനയിലാണ് ആ 2 ശിഷ്യന്മാർ, ക്ലെയോപ്പാസും ഭാര്യയും, അവിടെ നിന്ന് എമാവോസിലേക്ക് യാത്ര തിരിക്കുക. അവരുടെ വർത്തമാനങ്ങളിൽ സങ്കടങ്ങളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്. കാരണം എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ കൂടെ പോയതാ, ഈശോയുടെ കൂടെ നടന്നതാ, ഈശോ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടതാ. ഇതാ ഈശോ ഒരു നഗ്നനായി വസ്ത്രമൊക്കെ ഉരിഞ്ഞെടുക്കപ്പെട്ട് ഏറ്റവും വലിയൊരു കുറ്റവാളിയെ പോലെ ശരീരം മുഴുവൻ കീറി മുറിക്കപ്പെട്ട് ഒരു 3 ആണികളാൽ ഒരു മരക്കുരിശ് തൂങ്ങി ജീവൻ വെടിയുന്നത് ഇവർ കണ്ട് ആ ഒരു വലിയ വേദനയിൽ ഇവർ നടക്കുമ്പോൾ അവരുടെ വേദന തിരിച്ചറിഞ്ഞ ഈശോ അവരോട് കൂടെ നടന്നു. അവരുടെ വേദന തിരിച്ചറിഞ്ഞ് ഈശോ അവരുടെ കൂടെ നടന്ന് അവരുടെ സംസാരം മുഴുവനും ഈശോയെ കുറിച്ചായിരുന്നു. പക്ഷേ ഈശോ അവരോട് വചനങ്ങൾ വെച്ച്, നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ രക്ഷകനായ ആ ക്രിസ്തു അവൻ ഉയർത്തെഴുന്നേൽക്കും. അതൊക്കെ കൃത്യമായിട്ട് ഈ കൂടെ നടന്ന ഈശോ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. സന്ധ്യയായപ്പോൾ നമ്മളെ വചനം വായിച്ചു. ഒരു സത്രത്തിലേക്ക് അവർ കയറി. അവർ തങ്ങളെ കൂടെ നടക്കുന്നവൻ ഈശോയാണെന്ന് പോലും അറിയാൻ പാടില്ലാതെ ആ ഈശോയെയും കൂട്ടുപിടിച്ച് അന്ന് രാത്രിയിൽ അവരെ കയ്യിലുണ്ടായി അപ്പം. ഈശോ അപ്പം തൻ്റെ കയ്യിലേക്ക് എടുത്തു വെച്ച്, എന്നിട്ട് ഒരു കൂദാശ വചനങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ അപ്പം ഈശോ കയ്യിലെടുത്ത് വെച്ച് അത് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി 2ആയിട്ട് മുറിച്ച് അവർക്ക് മുമ്പിൽ ഭാഗിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, വചനം കൃത്യമായിട്ട് പറയും, അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. പിന്നീട് അവർ ഈശോയെ കണ്ട പറവച്ചത്തില് കണ്ട അവർ ഈശോയെ. അപ്പം ഭാഗിച്ച് മുറിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് അവർ ഈശോയെ കണ്ടില്ല. പിന്നീട് ഉണ്ടായിരുന്നു അപ്പമായിരുന്നു. പിന്നീട് ഉണ്ടായിരുന്നത് ഈ അപ്പമായിരുന്നു. വാഴ്ത്തി വിഭജിച്ച കൂദാശ വചനങ്ങൾ ചൊല്ലിയ അപ്പം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം പറഞ്ഞു വയ്ക്കും, ഇനി മുതൽ നിങ്ങൾ ഈശോയെ കാണേണ്ടത് എന്തിലാണ്? ഈ ദിവ്യകാരുണ്യത്തിലാണ്.
ഇനി മുതൽ നിങ്ങൾ ഈശോയെ കാണേണ്ടത് ഈ ദിവ്യകാരുണ്യത്തിലാണ്. കാരണം ഇനി മുതൽ ഈ ദിവ്യകാരുണ്യത്തില് ഞാനുണ്ട് എന്ന് ഈശോ അവർക്ക് ഉറപ്പ് നൽകി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഏറ്റവും വലിയ സ്നേഹമാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ഈശോ പറഞ്ഞു വച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം നമുക്കറിയാം. ഏത് സുവിശേഷമാണ്? ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്ന സുവിശേഷം ഏതാ? പറവച്ചതില് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് വലിയൊരു പ്രസംഗമാണ് ഈശോ. എനിക്ക് തോന്നുന്ന ഈ ബൈബിളിൽ ഈശോ ഇത്രമാത്രം വലിയൊരു പ്രസംഗം ചെയ്തിട്ടില്ല. കാരണം ഈശോയുടെ ലക്ഷ്യം ഇനി മുതൽ ഞാൻ വസിക്കേണ്ടത് ഈ അപ്പത്തിലാണ്. ഈ അപ്പത്തെക്കുറിച്ച് ഈശോ ഇങ്ങനെ ആ വലിയൊരു ജനക്കൂട്ടത്തിന് മുൻപിൽ ഇങ്ങനെ ഈശോ പങ്കുവയ്ക്കണേണ്. ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: അപ്പം വർദ്ധിക്കുന്നു. എന്തെന്നാണ്? അപ്പം വർദ്ധിപ്പിക്കുന്നു. അതായത് ഈശോ ഒരു ദിവസം ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുരുഷാരം എത്ര ഉണ്ടായിരുന്നു? 5000 പുരുഷന്മാരുണ്ടായിരുന്നു. സ്ത്രീകളുടെ എണ്ണവും കുട്ടികളുടെ എണ്ണവും ഒന്നും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും 10,000-ൽ കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. വചന പ്രഘോഷണം ഇങ്ങനെ കൂടിക്കൂടി വന്നു. വചനം പറഞ്ഞുകൊണ്ടിരിക്കും. ഈശോയ്ക്ക് മനസ്സിലായി തൻ്റെ മുൻപിലിരിക്കുന്നവർക്ക് വിശക്കുന്നുണ്ട്. ഈശോ എന്ത് ചെയ്ത്? അവർക്ക് 5 അപ്പവും 2 മത്സ്യവും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്ത്. പ്രിയപ്പെട്ടവര്, ഈ അപ്പം ഭക്ഷിച്ച് ഇതിന് ശേഷം എത്ര കൊട്ട നിറയെ ബാക്കി വന്നു? എത്ര? 12 കുട്ട നിറയെ ബാക്കി വന്നു. നമുക്കറിയാം, ഒരു പണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ്. ഒരു 10-15 വർഷത്തിന് പിന്നിലേക്ക് നമ്മൾ പോയാൽ നമ്മുടെ വീട്ടിൽ ഒരു വിരുന്ന് നടത്തി അതിൽ ഭക്ഷണം ബാക്കി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്നത്തെ കാലമൊന്നും ഞാൻ പറയില്ല. ഇന്നത്തെ കാലത്തൊക്കെ ചിലപ്പോൾ ആർക്കും അങ്ങനെ ഭക്ഷണം അത്ര അത്യാവശ്യമൊന്നുമല്ല എല്ലാവർക്കും. പക്ഷെ പണ്ട് ഒരു ദാരിദ്ര്യമുണ്ടായിരുന്ന കാലത്തൊക്കെ ഭക്ഷണം ബാക്കി വന്നാൽ നമ്മളെ നാട്ടിലൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? എന്ത് ചെയ്യും? അടുത്ത വീട്ടുകാരെയൊക്കെ വിളിക്കും. അവർക്ക് പാത്രത്തിലും സഞ്ചിയിലൊക്കെ ആയിട്ട് അവരും നമ്മുടെ വീട്ടുകാരും ബന്ധുക്കളൊക്കെ ഭക്ഷണം കൊണ്ടുപോകും. ഈ 12 കുട്ട നിറയെ ഈ അപ്പം ബാക്കി വന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഈ 12 അപ്പോസ്തലന്മാരും എന്നാൽ ഞങ്ങൾ തലയെ പിടിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞ് അവർ ഈ അപ്പം കൊണ്ടുപോയിട്ടുണ്ടാകും. എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ അവിടെ കൂടിയ ആൾക്കാർക്ക് ഭാഗിച്ചു കൊടുത്തിട്ടുണ്ടാവും. അവർ കൊണ്ടുവന്ന സഞ്ചിയിലും പാത്രത്തിലും മേലങ്കിയിലൊക്കെ അവർ അപ്പം പൊതിഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ അവിടെ നിൽക്കട്ടെ. ആ ദിവസം കഴിഞ്ഞ് നമ്മുടെ ഈ ഇന്നത്തെ വ്യാഖ്യാനത്തിൻ്റെ അടുത്ത ദിവസമാണ്. ആ ദിവസം എത്ര ആൾക്കാർ വന്നിട്ടുണ്ടാവും? 5000 പേര് അല്ലെങ്കിൽ 10,000 പേർക്ക് അപ്പം വർദ്ധിച്ചു കിട്ടിയെങ്കിൽ പിറ്റേ ദിവസം എത്ര പേര് വന്നിട്ടുണ്ടാവും? 20,000 പേരെങ്കിലും വന്നിട്ടുണ്ടാവും, ഇരട്ടി. അന്നത്തെ ദിവസം ചിലപ്പോൾ ഒരു പാത്രവും സഞ്ചിയും ഒന്നും ആയിട്ടായിരിക്കും വന്നത്. കാരണം അപ്പം ഒരു പക്ഷേ മേലങ്കിയിലൊക്കെ ആയിരിക്കും അവർ പൊതിഞ്ഞുകൊണ്ട് പോയത്. പിറ്റേ ദിവസം ഈശോയുടെ അടുത്ത് വരുമ്പോഴേക്ക് അവരെങ്ങനെയായിരിക്കും വന്നത്? ഒരുങ്ങിയായിരിക്കും വന്നത്, അല്ലേ? 2-3 സഞ്ചിയൊക്കെ ആയിട്ട് അവര് ഒരുങ്ങി വന്നേക്കണേന് പിറ്റേ ദിവസം. അപ്പൊ 6-ാം അധ്യായം പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പൊ ഇവരെല്ലാവരും കൂടി ഈശോയുടെ അടുത്തേക്ക് വന്ന് എന്നിട്ട് ഈശോയോട് ചോദിച്ചു, റബ്ബി, മറുകരയെ കണ്ടപ്പോൾ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ എവിടെ എത്തി? ഈശോ 6-ാം അധ്യായം 26-ാമത്തെ വാക്യം പറയും. ഈശോ പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. ഈശോയ്ക്ക് കാര്യം മനസ്സിലായി. ഇവർ വന്നേക്കണേൻ്റെ ഈശോ പച്ചക്ക് പറഞ്ഞതാ, നിങ്ങൾ വന്നേക്കേണ്ട ഉദ്ദേശം എനിക്കറിയാം. ഇന്നലെ നിങ്ങൾ കുറേ അപ്പം വീട്ടിൽ കൊണ്ടുപോയി, അതുകൊണ്ട് ഇന്നും സഞ്ചിയായിട്ട് വന്നേക്കണേന്. എന്തിനാ? അപ്പം മേടിച്ചോണ്ട് പോവുക. നല്ല സുഖമല്ലേ? രാവിലെ ഈശോയുടെ അടുത്ത് വരിക, 2 സഞ്ചി നിറച്ച് അപ്പമായിട്ട് വീട്ടിൽ പോവുക, അല്ലേ? എല്ലാവർക്കും കൊടുക്കുക. പണിക്ക് പോകേണ്ട കാര്യമുണ്ടോ? പണിക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ ഇവര് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞ, നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എനിക്കറിയാം.
അപ്പം വർദ്ധിപ്പിച്ചത് കൊണ്ട് അപ്പം ഭക്ഷിക്കാനാണ് നിങ്ങൾ വന്നേക്കണം. എന്നിട്ടാണ് ഈശോ മനോഹരമായ ഒരു കാര്യം പറയുന്നത്. അത് പറയണ 27-ാം വാക്യം, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാം. ഇനിയൊരു പ്രസംഗം നടത്തണം ഈശോ. വലിയ സുഖമുള്ള പ്രസംഗമൊന്നും അല്ല കേട്ടോ. ഈശോ പറയണേ, ഞാനാണ് സ്വർഗത്ത് നിറങ്ങി വന്ന ജീവനുള്ള അപ്പം. ഓക്കെ, പ്രിയപ്പെട്ടവരെ, 3 തവണയാണ് ഈശോ സത്യമായിട്ട് പറയണത്. ഞാൻ ഒരു സ്ഥലത്തും ഇത്രമാത്രം ഈശോ സത്യം 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 എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഈ ഒരു പ്രസംഗത്തിൽ 3 സ്ഥലത്ത് ഈശോ സത്യമായിട്ട് പറയുന്നുണ്ട് ഈ അപ്പത്തെക്കുറിച്ച്. കാരണം ഈശോയ്ക്ക് ഇത് പഠിപ്പിക്കണം, ജനങ്ങളിത് വിശ്വസിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഈ ജീവിതം തന്നെ വേസ്റ്റാന്ന് ഈശോയ്ക്ക് അറിയാം. ഈ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് എൻ്റെ ജനം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈശോ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഈശോ സത്യമായിട്ട് പറയണം. 6-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ ആദ്യമായിട്ട് ഈശോ സത്യം ഇടുന്നത് 6:32. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിന് അപ്പം തന്നത്, യഥാർത്ഥ അപ്പം ഞാനാണ്. ഇത് കഴിഞ്ഞ് അടുത്ത 6-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ അവിടെ ഈശോ വീണ്ടും, അതിൻ്റെ ഇടയ്ക്ക് കുറെ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഈശോ അപ്പോണ പറയുമ്പോൾ യഹൂദർ തർക്കിക്കുന്നുണ്ട്, ഇവൻ എങ്ങനെയാണ് അപ്പോണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ ഉറപ്പിച്ച് പറയണേണ് 6-ാം അധ്യായം 47-ാം വാക്യം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ജീവന്റെ അപ്പം. ഈശോ ഒരു വിട്ടുവീഴ്ചയില്ല. ഈശോ ഉറപ്പിച്ചിട്ട് സത്യം സത്യമാണെന്ന് പറയണേ. ഇനിയും 3-ാമത്തെ തവണ ഈശോ വീണ്ടും സത്യം ഇടുന്നുണ്ട്. അത് 6-ാം അധ്യായം 53-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കില്ല. ഈശോയുടെ ഞാൻ പലപ്പോഴും ഈ വചനഭാഗം നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ടൊന്ന് വായിക്കണം. ഈശോ എന്തോരം നിർബന്ധം പിടിക്കണം, വിശ്വസിക്കണം, ഞാൻ അപ്പമാണെന്ന് വിശ്വസിക്കണമെന്ന് ഈശോ ഇത്രമാത്രം നിർബന്ധം പിടിക്കണേ. നിസ്സാര കാര്യമൊന്നുമല്ല. ഈശോയുടെ ഏറ്റവും ശക്തമായ പഠനമാണ് ഈ 6-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കണം. അല്ല, എന്നെ കാണാൻ പറ്റണുണ്ടല്ലോ? പറ്റണില്ലേ? കുഴപ്പമില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയണേണ്, ഞാൻ ഇടിയപ്പമാണ്. എന്തെന്നാ പറഞ്ഞ? ഞാൻ ഇടിയപ്പമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് പോട്ടെ, ഞാൻ പുട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കുമോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈശോ താടിയും മുടിയൊക്കെ വളർത്തി ഒരു ഈശോ, എന്നെക്കാളും 6 അടി പൊക്കമുള്ളൊരു ഈശോ, സ്വന്തം നാട്ടിലാണ് ഇത് പറയണം. അതാ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സ്വന്തം നാട്ടിലിരുന്നിട്ട് പറയണേണ്, മനുഷ്യനായിട്ട് അവതരിച്ച് ഈശോ പറയണേണ്, ഞാൻ സ്വർഗത്ത് നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, എന്നെ ഭക്ഷിക്കുന്നവന് ജീവനുണ്ട്, എൻ്റെ ശരീരം യഥാർത്ഥ അപ്പമാണ്. ആർക്ക് വിശ്വസിക്കാൻ പറ്റും? ആർക്ക് വിശ്വസിക്കാൻ പറ്റൂത്? പറ്റുമോ പറ്റ? ഇപ്പൊ നമ്മൾ വിശ്വസിക്കും, കാരണം ഈശോ നമ്മുടെ ദൈവമാണ്. അന്നത്തെ സമയത്ത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അപ്പച്ചൻ പറയണേണ്, ഞാൻ മോദിയാണെന്നും പറഞ്ഞ് ഇങ്ങാടങ്ങാട് 2 തവണ നടന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ പ്രേക്ഷിതനെ വിളിച്ചിട്ടും പറയും, അപ്പച്ചനെന്തോ പറ്റിയിട്ടുണ്ട്, പിടിച്ചോണ്ട് പോയിക്കോ. ഈ ഒരു അവസ്ഥയാണ് ഈശോ ഇങ്ങനെ പറയണേണ്, ഞാൻ ജീവന്റെ അപ്പമാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്, നിങ്ങൾ എന്നെ ഭക്ഷിക്കണം. പ്രിയപ്പെട്ടൊരു ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനും ഈ പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ പെന്തക്കോസ്തക്കാർക്ക് പറ്റൂല. പറ്റുമോ? അവര് പറയും, നിങ്ങൾ എന്തും മണ്ടത്തരോ പറയണ. എന്നാ ആദ്യം മണ്ടെന്ന് വിളിക്കണം ഈശോനായിരിക്കും. അവരെ ചോദിക്കും, ഈ ഒരു അപ്പം എടുത്തിട്ട് ഇത് ഈശോ ആണെന്ന് നിങ്ങൾക്ക് എന്ത് ഉറപ്പാ ഇത് ഈശോയാണെന്ന്? നമുക്ക് ഉറപ്പാ. ആര് പറഞ്ഞത് ഈശോ ആണെന്ന്? എൻ്റെ ഈശോ പറഞ്ഞതാ.
6-ാം അധ്യായം ഈശോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 6-ാം അധ്യായം 41-ാമത്തെ വാക്യം ഇങ്ങനെയാണ് കേട്ടോ. സ്വർഗത്ത് നിറങ്ങി വന്ന അപ്പം ഞാനാണ് എന്നവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. അവനെതിരെ പിറുപിറുത്തു, അതാരായാലും ചെയ്യും. എന്നിട്ട് അവർ പറഞ്ഞു, ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ. കാരണം ഈശോയുടെ അപ്പൻ്റെ പേരാർക്കറിയാം? ആ നാട്ടുകാർക്ക് അറിയാം. കാരണം സ്വന്തം നാട്ടിലെ ഈശോ പറയണത്. അപ്പൻ്റെ പേരറിയാം, വളർത്തു പിതാവിന്റെ പേരറിയാം, ജോസഫിനല്ലേ. ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അറിഞ്ഞുകൂടെ? ആ വചനം ഇങ്ങനെയാണ്. പിന്നെ എങ്ങനെയാണ് ഇവൻ സ്വർഗത്ത് നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന് പറയുക? അവർ ചോദിച്ചതിൽ വല്ല തെറ്റുണ്ടോ? തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഓരോ മനുഷ്യനും ഇന്നും ദിവ്യകാരുണ്യം പിടുത്തം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈശോ പറയും, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്നവന് മാത്രമേ ഈ അപ്പത്തെ കുറിച്ച് പിടികിട്ടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കാത്തവന് കിട്ടില്ല മക്കളെ. ഇന്ന് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് നടക്കുന്നവർക്ക് ഈ ദിവ്യകാരുണ്യത്തെ കുറിച്ച് കിട്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈശോ എന്തുകൊണ്ട് ഇത്രയ്ക്കും കർക്കശം പിടിക്കും? അവരിങ്ങനെ പിറുപിറുക്കുമ്പോഴും അടുത്ത വചനം പറയുക, സത്യം ഉടനെ ഈശോ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയും, ഞാൻ അപ്പോണ്. ഈശോ ഒരു വിട്ടുവീഴ്ചയില്ല. പ്രിയപ്പെട്ടവരെ, അവസാനം ഈ പ്രസംഗത്തിന്റെ അവസാന ഭാഗമായി 6-ാം അധ്യായം 66-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടിട്ട് പോയി. എന്താണ് വായിച്ച? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാം വാക്യം. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടിട്ട് പോയി. എത്ര പേരുണ്ടായിരുന്നെന്നറിയോ? 10,000-കണക്കിന് ആൾക്കാർ കൂടിയിരുന്നേച്ച ആ സ്ഥലത്ത് എല്ലാവരും പോയി. ബാക്കി അവസാനം ഉണ്ടായിരുന്ന എത്ര പേരാ? അതടുത്ത സെന്റൻസ് പറയുന്നുണ്ട്. വെറും 12 പേരേ ഉള്ളു. അടുത്ത സെന്റൻസ് ഇങ്ങനെ പറയണത്, യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? നമ്മളൊരു വലിയൊരു കൺവെൻഷൻ നടക്കണേ, ലക്ഷക്കണക്കിന് ആളുണ്ട്. അച്ഛൻ ഇതുപോലെ ഒരു പ്രസംഗം നടത്തണേണ്. ആൾക്കാർ പലതരത്തിൽ പറഞ്ഞു നോക്കി, അച്ഛൻ ഒരു കണക്കിന് രക്ഷയില്ല. അച്ഛൻ പറഞ്ഞതിൽ തന്നെ അച്ഛൻ ഉറച്ചു നിൽക്കണേണ്. അവസാനം ആളുകളെല്ലാം പൊടിയും തട്ടിപ്പോയി. അവസാനം ഒരു പാട്ടുകാരനുണ്ട്, പാട്ടുകാരത്തിയുണ്ട്, 2 പ്രേക്ഷിതരുണ്ട്, ഇവരുണ്ട്. ബാക്കി എല്ലാവരും പോയി. ഈ കൺവെൻഷൻ വിജയമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് അറിയാമെന്ന് പറ്റുന്ന കാര്യമുണ്ട്. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടിട്ട് പോയി. അടുത്ത ലൈൻ ഇങ്ങനെ കേട്ട, പിന്നീടൊരിക്കലും അവർ അവൻ്റെ കൂടെ നടന്നിട്ടില്ല. ഈ വാക്കിനൊക്കെ ഭയങ്കര അർത്ഥമാണ് കേട്ടോ. ഈ സുവിശേഷം എഴുതിയതാരാ? യോഹന്നാൻ എഴുതിയതാ. ആ യോഹന്നാൻ അറിയാം ഈശോ മരിച്ചു, ഈശോ ഉയർത്തെഴുന്നേറ്റ്, പെന്തക്കോസ്ത കഴിഞ്ഞ് അഭിഷേകം ഇറങ്ങി വന്ന്. അതിനുശേഷമാണ് യോഹന്നാൻ എന്ത് എഴുതുന്നത്? ഈ സുവിശേഷം എഴുതുന്നത്. ആ യോഹന്നാൻ അന്ന് പറഞ്ഞതാണ്, ആ എഴുതിയ സമയത്ത് പറഞ്ഞ, അന്ന് ഈശോ ഇട്ടിട്ടും പോയവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നിട്ടില്ല. അച്ഛൻ ഈ സെമിനാരിയിലൊക്കെ പഠിച്ചത് കണ്ണമാലി തന്നെയാണ്. അപ്പോൾ ഈ കണ്ണമാലയിൽ പഠിക്കുമ്പോൾ ഒരു 10-20 വർഷം മുമ്പിട്ടോ പഠിക്കുമ്പോൾ ഞങ്ങൾ അവിടെ കോളേജിൽ പോകുന്ന സമയം, മൈനസ് സെമിനാരി കോളേജിൽ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ബസ്സിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ കണ്ടേക്കണ കാഴ്ച, ചെറിയ കടവ്, സൗദി ഈ ഏരിയയിലൊക്കെ പെട്ടിക്കടകൾ പോലെയാണ്. ന്യൂ ഇവാഞ്ചലിക്കൻ ചർച്ച്, ന്യൂ പെന്തക്കോസ്ത ചർച്ച്, ന്യൂ ചർച്ച്, നീ ചർച്ച് എന്നൊക്കെ പറഞ്ഞ് പുതിയ പെട്ടിക്കടകൾ ഇങ്ങനെ ഇരിക്കുന്നു. ഇവരൊക്കെ ഒരു സമയത്ത് ആരായിരുന്നു? കത്തോലിക്കരായിരുന്നു. അപ്പം ഞാൻ അന്ന് ബ്രദറായിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അച്ഛനായി കഴിയുമ്പോൾ ഈ പെന്തക്കോസ്തക്കാരുടെ അടുത്ത് പോകണം, അവനോട് വചനം പറയണം,
അവരെ തിരിച്ചു കൊണ്ടുവന്നു. ഇതായിരുന്നു എൻ്റെ വലിയൊരു ആഗ്രഹം, അച്ഛനാകണം മുമ്പ്. അപ്പൊ ഇങ്ങനെ ഈ ആഗ്രഹമൊക്കെ വെച്ച് അച്ഛനാകാനുള്ള സമയമായി. അപ്പോഴാണ് ഈ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള ഈ ഭാഗം വായിച്ചത്. ഈ ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം പോയി. ഞാൻ ഇപ്പം എടുത്തിരിക്കുന്ന തീരുമാനം പറഞ്ഞു, ഒരു പെന്തക്കോസ്തക്കാരനെ പോലും ഞാൻ വിളിച്ചുകൊണ്ട് വരില്ല. എന്തെന്നാ പറഞ്ഞ? ഒരു പെന്തക്കോസ്തക്കാരൻ സഭയിലേക്ക് തിരിച്ചു വരുമെന്നും പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കില്ല. ഞാൻ അതിൻ്റെ പുറകെ വചനം പറയാനും പോണില്ല. പോട്ടെ. കാരണം അതിനുള്ള കാരണം ഇതാണ്. 10,000-കണക്കിന് ആളുകൾ പൊടിയും തട്ടിപ്പോയിട്ട് ഈശോ അവരെ തടഞ്ഞ എൻ്റെ മക്കളെ പോകല്ലേ, ഞാനൊരു അത്ഭുതം കാണിക്കാം, നീ ഒരു അപ്പന്താ. ഈശോയ്ക്ക് സിമ്പിളായിരുന്നില്ലേ ഒരു അത്ഭുതം കാണിച്ചാൽ പിടിച്ചു നിർത്താൻ? സിമ്പിളായിരുന്നു. അപ്പെടുത്തിട്ട് അപ്പം മാംസമാക്കി കാണിക്കാൻ എൻ്റെ ഈശോയ്ക്ക് സിമ്പിളാ. പക്ഷേ ഈശോ കാണിച്ചില്ല. അതായത് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്തവൻ, അത്ഭുതം കണ്ടിട്ട് വേണ്ട ദിവ്യകാരുണ്യത്തെ വിശ്വസിക്കേണ്ടത്. ഈശോയുടെ വചനം തിരിച്ചറിഞ്ഞ് ബുദ്ധിയിലെ ചിന്തകൾ മാറ്റിവെച്ച് ഈശോ പറയുന്ന കാര്യം വിശ്വസിക്കാൻ പറ്റണം. ഈശോ പാപം ചെയ്തവന്റെ പുറകെ പോകാൻ പറഞ്ഞിട്ടില്ലേ? അല്ല, 100 ആടിൽ ഒരു ആട് വഴിതെറ്റിപ്പോയ അവനെ പോയി കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരണം. പാപം ചെയ്തവനെ തിരിച്ചു കൊണ്ടുവരണം. കൊലപാതകത്തിന് കൂട്ടുതിന്ന സാവൂളിനെ ഈശോ തിരിച്ചു കൊണ്ടുവന്നാണ് പൗലോസാക്കി വലിയ വിശുദ്ധനാക്കി. അപ്പൊ പാപിയെ ദൈവം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈശോ ദിവ്യകാരുണ്യത്തിന് ഉപേക്ഷിച്ച് പോകുന്നവനെ തിരിച്ചെടുക്കുന്നില്ല? നമ്മൾ ചിന്തിക്കണം. പാപം ചെയ്തു പോകുന്നവനെ തിരിച്ചു കൊണ്ടുവരാൻ പറയുന്നുണ്ട്. എത്ര വഴിതെറ്റിപ്പോയാലും കൊലപാതകം ചെയ്താൽ പോലും അവനോട് ക്ഷമിക്കണം, അവനെ തിരിച്ചു കൊണ്ടുവരണം. കാരണം ഈശോയുടെ തെരുവിലാവിലെ കുന്തം കുത്തിക്കയറ്റി ഒരുത്തന്റെ കണ്ണിലേക്ക് ഈശോ അവസാനത്തുള്ളി രക്തമൊഴിച്ചാണ് മാനസാന്തരപ്പെടുത്തി. ആ ഈശോ എന്തുകൊണ്ട് ദിവ്യകാരുണ്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഞങ്ങൾ കേൾക്കേണ്ട, അത് തെറ്റാണെന്ന് പറഞ്ഞു പോകുന്നവൻ, പൊടിയും തട്ടിപ്പോകുന്നവന്റെ പുറകെ ഈശോ പോയില്ല? പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. വചനം പറയുന്നവരെല്ലാവരും ദൈവത്തിൽ നിന്നുള്ളവരാകണമെന്നില്ല. അച്ഛൻ പറഞ്ഞെന്താ? വചനം പറയുന്നവരെല്ലാവരും ദൈവത്തിൽ നിന്നുള്ളവരാകണമെന്നില്ല. ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനാണെങ്കിൽ അവൻ എത്രമാത്രം ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കണം. എന്ത് നോക്കണം? ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കുന്നവന്റെ പുറകെ നമ്മൾ പോകാൻ പാടുള്ളൂ. അല്ല വചനം പിശാച് വചനം പറയൂലേ? പറയോ? എവിടെ പറഞ്ഞിട്ടുണ്ട്? എവിടെ പറഞ്ഞിട്ടുണ്ട്? മനോഹരമായ വചനം പറഞ്ഞിട്ടുണ്ട്. കാരണം വചനത്തിന് ഭയങ്കര ശക്തിയാ. പിശാച് പ്രലോഭിപ്പിച്ചപ്പോഴേക്കും ഈശോ വചനമാകുന്ന വാളെടുത്ത ആ പ്രലോഭനത്തിന് വെട്ടിക്കളയണം. അല്ലേ? 91-ാം സങ്കീർത്തനം ഈശോ വാളെടുത്ത്, വചനത്തിന്റെ വാളെടുത്ത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, അല്ലെ, ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണെന്ന് നിയമാവർത്തന പുസ്തകം ഈശോ കൃത്യമായിട്ട് പറഞ്ഞ്. എന്നെ കുമ്പിട്ട് ആരാധിക്കാൻ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ്, കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതും ഈശോ വചനം കൊണ്ട് പറഞ്ഞ്. അടുത്ത സ്റ്റെപ്പ് എടുത്ത് പിശാച് ചിലപ്പോഴൊക്കെ നമ്മളെക്കാളൊക്കെ സൂത്രശാലിയാ. അടുത്ത സ്റ്റെപ്പ് അവൻ എടുത്തത് വചനമാണ് എടുത്തത്. കാരണം ഇതുവരെ പിശാച് പറഞ്ഞപ്പോൾ ഈശോ വചനം കൊണ്ട് ജയിച്ചപ്പോൾ പിന്നെ പിശാച് വരുന്നത് വചനമായിട്ടാണ് വന്ന. കാരണം ഒരു യഹൂദനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണ് എന്ത്? 91-ാം സങ്കീർത്തനം. ഒരു പ്രാർത്ഥിക്കുന്ന വചനമാണ്. ഒരു യഹൂദനാണെങ്കിൽ അവന് ഈ 91-ാം സങ്കീർത്തനം കാണാപ്പാട് അറിയാൻ പറ്റും. അപ്പൊ പിശാച് പറഞ്ഞ്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ മുകളിൽ നിന്ന് നിലത്തേക്ക് ചാടുക, മാലാക ദൈവദൂതന്മാർ നിന്റെ പാദം കല്ലുമേ തട്ടാതെ താങ്ങിക്കൊള്ളുമില്ലേ? എന്താ പറഞ്ഞത്? വചനം. ഈശോ അയ്യോ നീ വചനം പറഞ്ഞാന്ന് പറഞ്ഞ് ഈശോ അങ്ങോട്ട് വീണ് പോയാ. എന്റെ പിശാച് നീയും വചനം പറയണമെന്ന് ഓർത്ത് ഈശോ കെട്ടിപ്പിടിച്ചാനപ്പോയി ചെയ്താ. ഈശോ അപ്പൊ തന്നെ പറഞ്ഞ, പിശാച് എന്നിൽ നിന്ന് ദൂരെ പോക.
പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിശാച് സൂത്രശാലിയാണ്. കാരണം ഈശോയ്ക്ക് 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് എന്ത് പറ്റി? വിശന്ന്. സത്യമാണത്, വചനം പറഞ്ഞിട്ടുണ്ട്. അവൻ 40 ദിവസം ഭക്ഷണപാനീയങ്ങളില്ലാതെ രാവും പകലും അവൻ 40 ദിവസം ഉപവസിച്ചപ്പോൾ നമ്മുടെ അടുത്തേക്കും പിശാച് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. ചില ആൾക്കാർ വരും, നമ്മൾ പറയും സഭ നമ്മളെ നോക്കിയില്ല, അച്ഛന്മാര് നമ്മളെ നോക്കിയില്ല, അവരെന്നെ സഹായിച്ചില്ല, അതുകൊണ്ട് പെന്തക്കോസ്തക്കാരൻ ബൈബിളും പിടിച്ച് വന്നേക്കണേ, ഞങ്ങൾ സഹായിക്കാം നിന്നെ, ഞങ്ങൾ സഹായിക്കാം നിന്നെ എന്നും പറഞ്ഞ് വരുമ്പോ ഈശോയുടെ അടുത്ത് വന്ന ഒരു അനുകമ്പയോട് കൂടിയാണ് പിശാച് പറഞ്ഞ, ഈശോ നിനക്ക് വിശക്കണുണ്ടല്ലോ അല്ലേ, നിനക്ക് വിശക്കണം, നീ ഒരു കാര്യം ചെയ്യ്, ഈ കല്ലിനപ്പോക്കി കഴിച്ചു. നമ്മുടെ അടുത്തേക്ക് വരുന്ന എല്ലാ സഹതാപങ്ങളെയും രണ്ടും കൈ നീട്ടി നമ്മൾ സ്വീകരിക്കരുത്. നമ്മൾ ഓർക്കുക, ഈ വരുന്നവന് ദിവ്യകാരുണ്യമായിട്ട് ബന്ധമുണ്ടാ, ദിവ്യബലിയായിട്ട് ബന്ധമുണ്ടാ, ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്നവനാണ്, അവനെ നമ്മൾ കേൾക്കുക. അല്ലാത്തവനെ എത്ര സഹതാപം കാണിച്ചാലും തള്ളിക്കളയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോഴും ഈശോ ഉറപ്പിച്ച് പറയണേണ്. യോഹന്നാന്റെ സുവിശേഷം അതിന് കഴിഞ്ഞ് 6-ാം അധ്യായം 68-ാമത്തെ വാക്യത്തിൽ ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി എങ്ങനെയാണ് ദിവ്യകാരുണ്യത്തെ എടുക്കേണ്ടതെന്ന് പത്രോസ് നമ്മളെ പഠിപ്പിച്ചു തരും. ആര് പഠിപ്പിച്ചു തരും? പത്രോസ് പഠിപ്പിച്ചു തരും. 6-ാം അധ്യായം 68-ാം വാക്യം പറയും, ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്ത് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. കർത്താവ്, ഞങ്ങൾ ആരുടെ പക്കൽ പോകാനാ? നിത്യജീവന്റെ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നീ പറഞ്ഞ ഈ വചനമില്ലേ, ഞാൻ ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞ വചനം ഞങ്ങൾക്ക് ഉറപ്പാ. എന്ത്? ഇത് ജീവനുള്ള വചനമാണ്. ഞങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലും നീ പറഞ്ഞ വചനത്തെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. നീ പറഞ്ഞ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഈശോ അവരോടും പറഞ്ഞു, നിങ്ങൾക്കും പോണോ? വേണമെങ്കിൽ പോകാം. ഇതാ 10,000-കണക്കിന് ആൾക്കാർ എന്നെ ഇട്ടിട്ടും പോയി. എന്ത് കാര്യത്തിനാ? ഞാൻ ചെയ്ത അത്ഭുതത്തിന്റെ കാര്യത്തിലാണ് അവരിട്ടിട്ടും പോയത്? ആണാ? ഈശോ ചെയ്ത അത്ഭുതത്തിന്റെ പേരിലാണ് ഈ 10,000-കണക്കിന് ആളുകൾ ഈശോ ഇട്ടിട്ടും പോയത്? ആണാ? അല്ല. ഈശോ ചെയ്ത അപ്പം വർദ്ധിപ്പിച്ച് അവരെ തീറ്റിപ്പോറ്റിയതിന്റെ കാരണത്തിലാണ് അവരിട്ടിട്ടും പോയത്? ആണാ? അല്ല. ഈശോ കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തിയതിന്റെ കാര്യത്തിലാണ് അവരിട്ടിട്ടും പോയത്? അല്ല. അവരിട്ടിട്ടും പോയ ഒറ്റ കാര്യത്തിലാ, ഞാൻ അപ്പമാണെന്ന് പറഞ്ഞതിന്റെ കാര്യത്തിൽ. ഇന്നും സഭയിൽ നിന്ന് ഇട്ടിട്ടും പോകുന്നവൻ പൈസയുടെ പേരിലാണെങ്കിലും മറ്റെന്ത് പേരിലാണെങ്കിലും ഓർക്കുക, ദിവ്യകാരുണ്യത്തിന്റെ പേരിൽ ദിവ്യകാരുണ്യം വേണ്ട എന്ന് പറഞ്ഞ് കടന്നു പോകുന്നവൻ പിശാചാണ്. അവനാരാണ്? അവനാരാ? അച്ഛൻ എന്താ പറഞ്ഞത്? അവൻ പിശാചാ. പിശാചിന്റെ പുറകെ ഈശോ പോകുമോ? പിശാചിന്റെ പുറകെ ഈശോ പോകുമോ? എന്റെ പിശാചൊന്ന് മാനസാന്തരപ്പെടാന്നും പറഞ്ഞ് ഈശോ എന്തെങ്കിലും പോയിട്ടുണ്ടോ? ആ മരുഭൂമിയിൽ ഈശോനെ പ്രലോഭിക്കാൻ പറഞ്ഞ പിശാചിനെ ചേർത്ത് പിടിച്ച്, മോനെ, നീ പഴയ പാപമൊക്കെ അങ്ങ് വിട്ടുകളാ, നീ പണ്ട് അഹങ്കാരം കാണിച്ചിട്ടുണ്ട്, വിട്ടുകളാ പറഞ്ഞ. പിശാചുമായിട്ട് ദൈവത്തിന് യാതൊരു ബന്ധവുമില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദിവ്യകാരുണ്യത്തിന് ഉപേക്ഷിച്ച് പോകുന്നവനാരാ? പിശാച. അച്ഛൻ ഇത് വെറുതെ ഒന്നും പറഞ്ഞതല്ലട്ടാ. ഒരു നമ്പർ, പിശാചിനെ നമ്പറായിട്ട് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ എത്രയാണ്? ബുദ്ധിയുള്ളവർ പറ. പിശാചിന്റെ നമ്പറായിട്ട് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ എത്രയാണ്? അറിയില്ലേ? വെളിപാട് 12 അല്ല, വെളിപാട് 13 അവിടെ വെളിപാട് 13 18-ാം വാക്യം പിശാചിന് നമ്പറായിട്ട് പറഞ്ഞിരിക്കുന്നത് 666. എത്ര ആറുണ്ട് അതില്? എത്ര ആറുണ്ട്? 3 ആറുണ്ട്. വെളിപാട് പുസ്തകം എഴുതിയതാരാ? യോഹന്നാൻ. ഞാൻ ഇപ്പൊ പറഞ്ഞ സുവിശേഷം എഴുതിയതാരാ? ഇപ്പൊ പറഞ്ഞ സുവിശേഷം ഇല്ലേ, യോഹന്നാന്റെ സുവിശേഷം എഴുതിയതാരാ? യോഹന്നാൻ.
അപ്പൊ ഈ രണ്ട് കാര്യം എഴുതിയത് ഒരാൾ തന്നെയാണ്. ആള് പറയുന്ന പിശാചിന് നമ്പർ 666. അങ്ങനെയെങ്കിൽ ഈശോ ഇട്ടിട്ടും പോയെന്ന് പറയുന്ന വചനഭാഗമില്ലേ, പിന്നീട് ഒരിക്കലും നടന്നില്ല. ആ വചനത്തിന്റെ നമ്പർ എത്രയാണെന്ന് അറിയോ നിങ്ങൾക്ക്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66. എത്ര ആറുണ്ട് അതില്? എത്ര ആറുണ്ട്? 3 ആറുണ്ട്. ദിവ്യകാരുണ്യത്തിന് കാരണം 666 ആണ് അതിന്റെ നമ്പറും. എനിക്കറിയില്ല ഇതെങ്ങനെ വന്നെന്നതില്. നിങ്ങൾ വീട്ടിൽ പോയി നോക്കിക്കോ. യോഹന്നാൻ 6-ാം അധ്യായം 66-ാം വാക്യമാണ് പറയുന്നത്. പിന്നീട് ഇതിന് ശേഷം അവന് ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ടിട്ടും പോയി, പിന്നീട് ഒരിക്കലും അവരവൻ്റെ കൂടെ നടന്നിട്ടില്ല. കാരണം പിശാചിന് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതുകൊണ്ടാണ് അച്ഛൻ പിന്നീട് അച്ഛനായി കഴിഞ്ഞപ്പോൾ ഞാൻ അന്നൊരു തീരുമാനം എടുത്ത്, ഈശോയ്ക്ക് വേണ്ടാത്തവരെ ആർക്കും വേണ്ട, എനിക്ക് വേണം, എനിക്കും വേണ്ട. ഈശോ അവരെ തടയാൻ വേണ്ടി ഒന്നും ചെയ്തില്ല. ദിവ്യകാരനെ തള്ളിപ്പറഞ്ഞ പൊയ്ക്കോട്ടെ എന്ന് ഈശോ പറഞ്ഞത്. കാരണം നിസ്സാരം ആൾക്കാരൊന്നല്ല പോയത്, 10-20,000 ആൾക്കാർ അന്ന് ഇട്ടിട്ടും പോയി ഈശോയെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യം, ഈശോയുടെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ദിവ്യകാരുണ്യം. എന്താണ് ഈ കുരിശിലെ സ്നേഹമൊക്കെ നാം പറയുമ്പോഴും, കുരിശ് സ്നേഹം വലിയ സ്നേഹം ഉണ്ടാ, തൻ്റെ ശരീരം കീറി മുറിച്ച് തരുന്ന സ്നേഹം. അന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു കാര്യമാണ്, ഈശോയുടെ ഏറ്റവും വലിയ സ്നേഹം ഈ ദിവ്യകാരുണ്യം. കാര്യം എന്തായിരിക്കും? ശാസ്ത്രം പോലെ തെളിയിച്ചതാ, ശാസ്ത്രം പോലും തെളിയിച്ചതാ. ഈ ദിവ്യകാരുണ്യമാണ് ഈശോയുടെ ഏറ്റവും വലിയ സ്നേഹം. കാരണം 100 കണക്കിന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. അറിയാല്ല, കേട്ടിട്ടില്ലേ? ഒരുപാട് അത്ഭുതങ്ങൾ. ഒരുപാട് സ്ഥലത്ത് ഈ അപ്പം മാംസമായിട്ട് മാറി, ഈ വീഞ്ഞ് രക്തമായിട്ട് മാറി. എന്നിട്ട് ഈശോ പറഞ്ഞ്, മക്കളെ വിശ്വസിക്ക്, ഇതിൽ ഞാനുണ്ട്. അന്ന് ഈശോ അത്ഭുതം ചെയ്തില്ലെങ്കിലും ഇന്ന് നമ്മളോട് ഇത്തിരി കൂടി സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു. നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഈശോ പച്ചക്ക് ഈ അപ്പത്തിനെ മാംസമാക്കി കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ചുറ്റുമുണ്ട് അത്ഭുതങ്ങൾ. എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് എവിടെ ആയിരിക്കും പറയാമോ? ഇറ്റലിയിലെ ലാഞ്ചിയാനോ എന്ന് പറഞ്ഞ സ്ഥലത്താ ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. AD 750. എന്നാണ്? AD 750, 750. പ്രിയപ്പെട്ട, ആ ഒരു അത്ഭുതത്തെ കുറിച്ചൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മണിക്കൂർ പ്രസംഗിക്കാനുള്ള കാര്യം ആ ലാഞ്ചിയാന അത്ഭുതത്തിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട്? എത്ര പേര് കണ്ടിട്ടുണ്ട് ലാഞ്ചിയാന അത്ഭുതം? നമ്മൾ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഉണ്ട് ദിവ്യകാരുണ്യ അത്ഭുതം. എത്ര പേര് ലാഞ്ചിയാനിൽ അത്ഭുതം കണ്ടേക്കണവര് എത്ര പേരുണ്ട്? ആരുമില്ല ദൈവമേ. ഒരമ്മച്ച പുറകിൽ കൈവെക്കുന്നുണ്ട്, വേറെ ആരുമില്ലേ? ഈശോയെ ഒന്ന് പോയി കാണി, ഈശോ അത്ഭുതം കാണിച്ച ഞാൻ കണ്ട് വിശ്വസിക്കാനാ. അപ്പൊ ഈ ലാഞ്ചിയാനിലെ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 100 കണക്കിന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു അത്ഭുതം പിന്നീട് നടന്നിട്ടില്ല. കുറെ സ്ഥലത്ത് ഈ അപ്പം മാംസമായിട്ട് മാറിയെങ്കിലും ഈ ലാഞ്ചിയാനോയില് AD 750 നടന്നതുപോലെ ഒരത്ഭുതം പിന്നീട് നടന്നിട്ടില്ല. എന്നെ കാരണം അച്ഛൻ പറയാം. നിങ്ങൾ കണ്ടവർക്ക് അറിയാൻ പറ്റും. ആ തിരുവോസ്തി AD 750 ഒരു അച്ഛൻ ഇങ്ങനെ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന് അച്ഛന് സംശയം, ഞാൻ അർപ്പിക്കുന്ന ഈ അപ്പം ഈശോയുടെ ശരീരമായിട്ട് മാറുന്നുണ്ടോ? അങ്ങനെ സംശയിച്ച് അച്ഛൻ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കണേ. പക്ഷെ ആ സമയത്ത് തന്നെ ഈ തിരുവോസ്തി ഈശോയുടെ ശരീരമായിട്ട് മാറി, ഈ വീഞ്ഞ് ഈശോയുടെ രക്തമായിട്ട് മാറി. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വീഞ്ഞ് 5 ഗോളങ്ങളായിട്ട്, ഈ ഉണ്ട പോലെ 5 ഗോളങ്ങളായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, ഇന്നും ഒരു ചില്ലും കൂട്ടിയിൽ ഇറ്റലിയിൽ ലാഞ്ചിയാനോ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അത്ഭുതം എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ വെച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കിയ 1500-800 വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് 1000 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നടന്നൊരു അത്ഭുതം.
ഇന്നും ഏകദേശം 2000 അരികത്തൊക്കെ ഇന്നും നമ്മുടെ മുമ്പിൽ സാക്ഷ്യമായിട്ടുണ്ട്. ആ അത്ഭുതം കാണുമ്പോൾ എൻ്റെ കണ്ണ് പലപ്പോഴും നിറഞ്ഞു പോകാറുണ്ട്. കാരണം എന്ന് കഴിഞ്ഞാൽ ഒരു അപ്പം, ഒരു തിരുവോസ്തി, വലിയ തിരുവോസ്തി, ആ തിരുവോസ്തിയുടെ സൈഡിലുള്ള ഭാഗങ്ങൾ മാത്രം മാംസമായിട്ടിരിക്കണം. ആ തിരുവോസ്തിയുടെ നടുവത്തെ ഭാഗം ഓസ്തിയായിട്ട് തന്നെ ഇരിക്കണം. നിങ്ങൾക്ക് മനസ്സിലായ? ഒരു വലിയ തിരുവോസ്തി, ബലിപീഠത്തിൽ അർപ്പിക്കുന്ന വലിയൊരു തിരുവോസ്തി, ആ തിരുവോസ്തിയുടെ സൈഡിലത്തെ ഭാഗങ്ങൾ റൗണ്ടിൽ മാംസമായിട്ടിരിക്കുന്നു. ആ തിരുവോസ്തിയിലെ നടുവത്തെ ഭാഗം ഇപ്പോഴും ഈ പൊടിയായിട്ട്, മാവായിട്ട്, ഓസ്തിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഒരു ഓസ്തി തന്നെ മാംസവും ഒരു ഓസ്തി തന്നെ ഓസ്തിയായിട്ട് തന്നെ ഇരിക്കുന്നു. അച്ഛൻ പറഞ്ഞത് മനസ്സിലായ? മനസ്സിലായ കൈവയ്ക്കുന്ന സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് അച്ഛൻ പറഞ്ഞത്. കാരണം നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത, കാരണം ഒരു ഓസ്തിയിൽ പകുതി ഏകദേശം ഒരു സൈഡ് ഭാഗമൊക്കെ മാംസമായിട്ടിരിക്കണം. പിന്നീട് ശാസ്ത്രമൊക്കെ വളർന്ന് 1971 ഏത് വർഷമാണ്? 1000 വർഷങ്ങൾക്കൊക്കെ ശേഷം ഈ തിരുവോസ്തിയിൽ നിന്ന്, ഈ മാംസത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം ഒടിച്ചെടുത്തിട്ട് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കാൻ കൊടുത്തിട്ട് അവരോട് പറഞ്ഞ്, അച്ഛൻ അവിടുത്തെ വൈദികൻ പറഞ്ഞ് ഇതൊന്ന് പരിശോധിച്ചിട്ടാ. പക്ഷെ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ഡോക്ടർമാർ ഈ മാംസകഷ്ണം പരിശോധിച്ചിട്ട് അവർ അത്ഭുതത്തോടെ ഇത് കൊണ്ടുവന്ന അച്ഛനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കാരണം അച്ഛാ, നിങ്ങൾ ഒരു ജീവനുള്ളൊരു മനുഷ്യനെ ജീവനോടുകൂടെ അവൻ്റെ ഹാർട്ടിൻ്റെ ഭാഗം തുറന്നെടുത്തിട്ടാണോ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പരിശോധിക്കാനായിട്ട് കൊണ്ടുവന്നത്? ഒരു ജീവനുള്ളൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗം നിങ്ങൾ മുറിച്ചെടുത്തിട്ടാണോ അച്ഛാ ഞങ്ങളുടെ മുൻപിൽ ഇത് പരിശോധിക്കാനായിട്ട് കൊണ്ടുവന്നത്? ചോദിക്കാനുള്ള കാര്യം എന്താ? ആ ഈ മാംസത്തിൽ അപ്പോഴും ജീവന്റെ കണികകൾ തുടിക്കുന്നുണ്ട്, ജീവനുണ്ടായിരുന്നു. അവർക്കൊന്നും മനസ്സിലാകണില്ല. കാരണം ഈ ചെറിയ മാംസ കഷ്ണത്തിൽ അപ്പോഴും ഈ ജീവന്റെ കണികകൾ ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കണേ. പിന്നീടാണ് അവർ തിരിച്ചറിയണത്. അവർ പറഞ്ഞത് ഹൃദയത്തിന്റെ ഭാഗത്തെ മാംസ കഷ്ണം. കുറെ കാര്യമൊക്കെ പറഞ്ഞു, സമയമില്ലാത്തതുകൊണ്ട് അച്ഛൻ അതെല്ലാം പറയണില്ല. രക്തം എടുത്തിട്ടും പറഞ്ഞത് AB പോസിറ്റീവുള്ള രക്തമാണ്. പിന്നീടാണ് അവർ അറിയുന്നത് ഇത് തിരുവോസ്തി മാംസമായതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അത്ഭുതത്തിന് ശേഷം പിന്നീട് അമേരിക്കയിലും അർജന്റീനയിലും ഒക്കെ ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ശാസ്ത്രീയമായിട്ട് പരിശോധിച്ച ദിവ്യകാരുണ്യ അത്ഭുതം നടന്നിട്ടുള്ള സ്ഥലം 1996 ബോനോസ് എയറസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ബോനോസ് എയറസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2-2.5 മാസം മുമ്പൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ഥലത്തിൻ്റെ പേര് വാർത്തയിൽ എപ്പോഴും പറയുമായിരുന്നു, ബോനോസ് എയറസ്. ബോനോസ് എയറസ് എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ജനിച്ച സ്ഥലമാണ്, അർജന്റീനയിലാണ്. അപ്പോൾ അവിടെ അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയൊന്നും ആയിട്ടില്ല. 1996 അന്ന് അർജന്റീനയിലെ ഒരു കത്രീട്ട ദേവാലയത്തിൻ്റെ ബിഷപ്പായിട്ട് അല്ലെങ്കിൽ കർദിനാളായിട്ട് നിൽക്കുന്ന സഭ. അന്ന് മാർപ്പാപ്പയുടെ പേര് ബെർഗോലിയോ എന്ന് പറയുന്ന ബെർഗോലിയോ. അപ്പോൾ ഈ കർദിനാളുണ്ടായിരുന്ന ദേവാലയത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതമാണ് അവസാനത്തെ ഈ ശാസ്ത്രീയമായിട്ട് പരിശോധിച്ച അത്ഭുതം. അതിങ്ങനെ പരിശോധിച്ച് അതെങ്ങനെയാണെന്ന് പറഞ്ഞൊരു ഓസ്തി പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു തീർക്കണേ കേട്ടോ, സമയം തീരാറായി. ഈ തിരുവോസ്തി അച്ഛൻ കുർബാനക്ക് കൊടുത്തപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. വലിയ ആയിരക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടിയിരിക്കുന്ന ദേവാലയം. ആ ദേവാലയത്തിൽ നമുക്കറിയാം, അർജന്റീന യൂറോപ്പിലൊക്കെ ആൾക്കാർ ചിലപ്പോൾ ഷൂവൊക്കെ ഇട്ടാണ് പള്ളിയിൽ കയറണത്. അപ്പോൾ ഈ ഒരു തിരുവോസ്തി എങ്ങനെയോ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് പോയി. ഒരുപാട് ആളുകൾ അത് ചവിട്ടി അതിൽ അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ ഉടുപ്പ് മാറാനായിട്ട്, കുർബാന ഉടുപ്പ് മാറാനായിട്ട് അൾത്താരയുടെ പുറകിലേക്ക് പോയപ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു തിരുവോസ്തി പള്ളിയിൽ കിടക്കണം, അച്ഛൻ ഒരു തിരുവോസ്തി പള്ളിയിൽ കിടക്കണം. അച്ഛൻ ഓടി വന്ന് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ചവിട്ടി അഴുക്ക് പിടിച്ചിരിക്കുന്ന ഒരു ഓസ്തിയാണ്. ഇപ്പോൾ സഭയുടെ നിയമം അനുസരിച്ച് നമുക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ
കാസയിൽ വെള്ളം എടുത്ത് അതിൽ ഓസ്തിയിട്ട് ലയിപ്പിച്ചിട്ട്, ഒന്നില്ലെങ്കിൽ നല്ലോണം ഒഴുകുന്ന ശുദ്ധമായിട്ടുള്ള വെള്ളമുള്ള സ്ഥലത്ത് ഒഴുക്കിക്കളയുക, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് ഒഴുക്കിക്കളയുക. അപ്പം ഇങ്ങനെ ഈ തിരുവോസ്തി അച്ഛനെടുത്തൊരു കാസയിലെടുത്ത് വെച്ച് 1996 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ഈ അത്ഭുതം നടന്നത്. എന്നിട്ട് അച്ഛൻ ഒരു കാസിൽ വെള്ളം എടുത്ത് അതിൽ ഓസ്തി ഇട്ടിട്ട് സക്രാരിയിലെടുത്ത് വെച്ച്, ബലിപീഠത്തെ സക്രാരിയിലെടുത്ത് വെച്ച്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് 28-ാം തീയതി ഓഗസ്റ്റ് മാസം 26-ാം തീയതി അച്ഛൻ ഈ കാസ് എടുത്ത് നോക്കിയപ്പോൾ ഈ അപ്പത്തിൽ നിന്ന് എന്ത് വന്നിരുന്നേച്ച്? ബ്ലഡ് വന്നിരുന്നേച്ച്, രക്തം വന്നിരുന്നേച്ച്. പിന്നെ കുറേ ദിവസങ്ങൾ പിതാവ് പറഞ്ഞ് അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഈ തിരുവോസ്തി മാംസമായി. 96-ൽ സംഭവിച്ച കാര്യമുണ്ട്. പിന്നീട് 1999 3 വർഷത്തിന് ശേഷം ഇതിൽ നിന്നൊരു ചെറിയ കഷ്ണമെടുത്ത് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കാൻ ബർഗോലി എന്ന് പറയുന്ന നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ, അന്ന് കർദിനാളായിരുന്നു മാർപ്പാപ്പ, പരിശോധിക്കാൻ കൊടുത്ത് ശാസ്ത്രലോകം വെട്ടിപ്പൊളിച്ച് പരിശോധിച്ചിട്ട് അന്ന് 750-ൽ നടന്ന അത്ഭുതത്തിൻ്റെ അതേ റിസൾട്ട്, ഒരു മാറ്റവും. അവർ ചോദിച്ച്, അവർ നോക്കിയപ്പോൾ ഇതിൽ വൈറ്റ് സെൽ, ജീവന്റെ കോശങ്ങൾക്ക് അപ്പോഴും ജീവൻ ഉണ്ടായിരുന്നു. അവരും പറഞ്ഞത് ഹൃദയത്തിൻ്റെ ഭാഗത്ത് മാംസകഷ്ണമാണ്. അവരും പറഞ്ഞത് AB പോസിറ്റീവാണ്. ഇങ്ങനെ കൃത്യമായിട്ട് അവരും പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞു നിർത്താൻ പോണേണ്. ഈ ദിവ്യകാരുണ്യം എന്താ? എൻ്റെ ഈശോയുടെ ഹൃദയമാണ്, ചങ്ക. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഈശോയ്ക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുമോ മക്കളെ? ഇതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ ഈശോ ചങ്ക് പറിച്ച്? എന്തുകൊണ്ടാണ് ഈ ഞാൻ അപ്പമാണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്നവനാ ഇനി ഈശോയ്ക്ക് ഒന്നും കൊടുക്കാനില്ല. ഈശോ ചങ്ക് പറിച്ച ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളതാ. ഈ അപ്പം അത് വേറൊരു അപ്പമല്ല, എൻ്റെ ഈശോയുടെ ചങ്ക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ഈശോയെ സ്വീകരിക്കാൻ പറ്റുക. എല്ലാവർക്കൊന്നും പറ്റൂല. ഒരു കത്തോലിക്കൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഈ ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കാൻ പറ്റും. ഞാൻ ചില മക്കളൊക്കെ അന്യജാതിക്കാരെ വിവാഹം കഴിച്ചൊക്കെ പോകും. അപ്പോൾ ചില അമ്മച്ചമാരൊക്കെ വന്നിട്ട് സങ്കടം പറയും, അച്ഛൻ എൻ്റെ മോളിങ്ങനെ പോയി, എൻ്റെ കുടുംബത്തിന് നാണക്കേടായി. ഞാൻ പറയും, കുടുംബത്തിന് നാണക്കേടിനേക്കാളും വലുത് അവൾ നഷ്ടപ്പെടുത്തി കളയുന്ന വലിയൊരു അനുഗ്രഹമുണ്ട്. എന്താ? ഈശോയെ അവൾ നഷ്ടപ്പെടുത്തി. നമ്മൾ പലപ്പോഴും എൻ്റെ വീട്ടിൻ്റെ പ്രശ്നമാണ് പറയണത്. ഒരു മോൾ അല്ലെങ്കിൽ ഒരു മോൻ സഭ വിട്ടു പോകുമ്പോ അവൻ നഷ്ടപ്പെടുത്തി കളയാണ് ഈശോയുടെ ഈ ഒരു സ്നേഹം. ചങ്ക് പറിച്ച് നൽകുന്ന, ഹൃദയം പറിച്ച് നൽകുന്ന സ്നേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ മോനും മോളും പോണത്. അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്ക്. അല്ലാതെ എൻ്റെ വീടിനെ അത് അവനെ ആ സ്നേഹത്തിൻ്റെ ഒരിക്കൽ ഞാനതും കൂടി പറഞ്ഞ് നിർത്തണേ കേട്ടോ. ഒരു കൊച്ചു സംഭവം. എനിക്ക് തോന്നുന്നു 1999 98 ഞാൻ അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് ഉപ്പാണി അച്ഛൻ എന്ന് പറഞ്ഞ് ചിറ്റൂർ ധ്യാനക്കുന്ന ഡയറക്ടർ അച്ഛനാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് സെമിനാരിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചമ്മച്ചും പറഞ്ഞ് മോൻ തൽക്കാലം സെമിനാരിലൊന്നും പോകണ്ട. അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ പഠിക്കാനും പോകണില്ല. അപ്പം എൻ്റെ വീട് ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്താണ്. അപ്പം ഞാൻ രാവിലെ അവിടെ പോയിരിക്കും, അച്ഛൻ്റെ വചനം കേൾക്കും. അപ്പം അച്ഛൻ എന്നോട് ചോദിച്ചു, മോൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യണില്ല അച്ഛൻ, ഞാൻ വെറുതിരിക്കണം. അപ്പം അന്ന് ഉപ്പാണി അച്ഛൻ എന്നെ വിളിച്ചുകൊണ്ട് പോകുക എവിടെയെങ്കിലും ധ്യാനം ഉണ്ടെങ്കിൽ. അന്ന് അവിടെ ഇപ്പോഴാണ് യുവജന ധ്യാന ബൈഡ് എന്ന് പറഞ്ഞറിയപ്പോൾ അന്ന് ഷാലോമീറ്റ് എന്നും പറഞ്ഞുള്ള ഒരു ധ്യാനമായിരുന്നു യുവജനങ്ങൾക്ക്. അപ്പോൾ ഷാലോമീറ്റിൽ നിന്ന് യുവജന ധ്യാനത്തിന് ഞാൻ പ്രേക്ഷിതനായിട്ട് അവിടെ ഉണ്ടാകും. കുമ്പസാരക്കൂട്ടിൽ അച്ഛന്മാർക്ക് വെള്ളം എടുത്ത് കൊടുക്കും, അങ്ങനെ അൾത്താരയിൽ അച്ഛനെ സഹായിക്കും, അങ്ങനെയൊക്കെ നിൽക്കണേ. അന്ന് ഞാൻ കണ്ട ഒരു അത്ഭുതം, അന്ന് ഇവിടെ ഉപാണിയച്ഛൻ ഇങ്ങനെ ബലിപീഠത്തിലിരുന്ന് ഇങ്ങനെ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കണേ. ബലിയർപ്പിച്ച് കൂദാശ വചനങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ സമയത്ത് അന്ന് സെൻറ്റ് റസസ് എന്ന് പറയുന്ന കോളേജിലെ കുറേ പിള്ളേർ, ഒരു 10-100 പിള്ളേരുണ്ടാവും. യുവജനധ്യാനമാണ് ഷാലോമീറ്റ്. ആ സമയത്ത് ഒരു പെൺകുട്ടി, ഒരു 10-21 വയസ്സൊക്കെ ഉണ്ട്. അവൾ അലറി വിളിച്ച് ആ ഹോളിലിരുന്ന് ഇങ്ങനെ അലറി വിളിക്കണേണ്. കൈ ഇങ്ങനെ ബലിപീഠത്തിലേക്ക് നീട്ടിപ്പിടിച്ച് അവൾ അലറി വിളിക്കണേ. അപ്പം എല്ലാവരും അവളെ തടയാൻ നോക്കണം. അവളിങ്ങനെ ഓടി വന്നെ. അത് കഴിഞ്ഞിട്ട് പുറകിൽ നിന്ന് അവളിങ്ങനെ ബലിപീഠത്തിൽ അച്ഛനിവിടെ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കണേ.
അപ്പം നമ്മൾ വിചാരിച്ച് അവർക്ക് എന്തോ പറ്റി, എന്തെങ്കിലും പൈശാചിക എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് ഓർത്ത് പ്രേക്ഷിതരെല്ലാവരും കൂടി ചെന്ന്, അന്ന് ഞാൻ ബലിപീഠത്തിൽ, ഞാൻ കുഞ്ഞായിരുന്നു, 10ാം ക്ലാസ് കഴിഞ്ഞ്, അന്ന് ബലിപീഠത്തിൽ നിൽക്കുന്ന സമയം ഞാൻ ഇപ്പോഴും ഓർക്കണേ, അവളെ പ്രേക്ഷിതരെല്ലാവരും കൂടി പിടിച്ച് നിർത്തി. എന്നിട്ട് അവൾ ഈ അലറി വിളിക്കലും കരച്ചിലും ഒന്നും നിർത്തണില്ല. അവസാനം ഡോർമറ്റിൽ കൊണ്ടുപോയി നിർത്തി, അവിടെ കൊണ്ട് ഇരുത്തി ബലം പിടിച്ച്. കാരണം കുർബാന നടക്കണേ. അത് കഴിഞ്ഞ് ധ്യാനമൊക്കെ തീരണതിൻ്റെ തലേ ദിവസം ഇവള് സാക്ഷ്യം പറയാനായിട്ട് ബലിപീഠത്തിലേക്ക് വന്നു. എന്നിട്ട് ഇവള് പറഞ്ഞ്, ഞാൻ ഒരു ഹൈന്ദവ പെൺകുട്ടിയാണ്, സെൻറ് ജോസഫ് കോളേജിൽ ഞാൻ PGക്ക് പഠിക്കണേ. അവിടെ ഹോസ്റ്റലിൽ നിന്ന് തന്നെ ഞാൻ പഠിക്കണം. എനിക്കൊരുപാട് ക്രിസ്ത്യാനികളായ കൂട്ടുകാർത്തികളുണ്ട്. അവർ പക്ഷേ രാവിലെയൊക്കെ അവർ കുർബാനക്കൊക്കെ പോകും, ഞാൻ കിടന്നുറങ്ങും. എന്നിട്ട് അവൾ പറഞ്ഞ, അച്ഛാ, അല്ലെങ്കിൽ അവിടെ ഇരുന്ന ആൾക്കാരോട് ഒച്ചത്ത് വിളിച്ചു പറഞ്ഞു, അന്ന് അച്ഛൻ ഇവിടെ ബലിയർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടതാ, ഈ ബലിപീഠത്തിൽ കുറെ മാംസ കഷ്ണങ്ങൾ ഇങ്ങനെ ചിന്നിച്ചെതറി കിടക്കണത്, കുറെ ഇറച്ചിക്കടയിൽ മാംസം വെട്ടിയിട്ടിരിക്കുന്നത് പോലെ ഈ ബലിപീഠത്തിൽ മാംസം കിടന്നിങ്ങനെ പെടക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അത് കണ്ടുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ച് ഈ ബലിപീഠത്തിലേക്ക് ഓടി വന്നത്. അപ്പം ആരും എന്നെ പിടിച്ച് തടഞ്ഞു. എന്നിട്ട് അവൾ ചോദിച്ച കാര്യമുണ്ട്, എനിക്ക് ഇന്ന് വരെ ഒരു ക്രിസ്ത്യാനി പോലും പറഞ്ഞു തന്നില്ല, ഇന്ന് വരെ എൻ്റെ ഒരു കൂട്ടുകാരത്ത് പോലും ഒന്ന് പറഞ്ഞു തന്നില്ല, ഇത് ഈശോയുടെ ശരീരമാണ് ഈ തിരുവോസ്തി എന്ന്. ഈ തിരുവോസ്തിൽ ഈശോയുടെ ശരീരമുണ്ട്, ഈശോയുടെ മാംസമുണ്ടെന്ന് ഇന്ന് വരെ എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ടത് കണ്ടതാ. എന്നിട്ട് അതേനൊക്കെ കഴിഞ്ഞ്, അത് കഴിഞ്ഞൊരു 5-6 വർഷം കഴിഞ്ഞ്, അന്നൊക്കെ ഞാൻ സെമിനാരിലാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അത് സെൻറ് സേവിയേഴ്സ് കോളേജിൽ ധ്യാനിപ്പിക്കാനായിട്ട് അച്ഛൻ്റെ നേതൃത്വത്തിൽ അവിടെ പോയപ്പോൾ ഒരു ആൻ്റണി പെരേര എന്ന് പറഞ്ഞ അവിടുത്തെ വചന ശുശ്രൂഷകന്, ആ മനുഷ്യൻ ഈ സാക്ഷ്യം അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ പെൺകുട്ടിയുടെ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ ഹാളിൻ്റെ ഒരു മൂലക്ക് ഇരുന്നേച്ച ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസർ, ഗസ്റ്റ് ടീച്ചർ, ആ പ്രൊഫസർ ഇങ്ങനെ ഓടി അൾത്താരയിലേക്ക് വന്നു. അധികം പ്രായമൊന്നുമില്ല. അവൾ വന്നിട്ട് ഈ മൈക്ക് എടുത്തിട്ട് എല്ലാവരുടെ മുൻപിലേറ്റ് വെച്ച് പറഞ്ഞു, ഈ ബ്രദർ ഇപ്പോൾ പറഞ്ഞ സാക്ഷ്യം എന്നെക്കുറിച്ചായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഹൈന്ദവ പെൺകുട്ടിയായിരുന്നപ്പോൾ ഞാൻ കണ്ട, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ, എൻ്റെ ഈശോയുടെ മാംസം ഞാൻ കണ്ടതാ. ഇപ്പൊ അവള് മരിയ എന്ന പേര് സ്വീകരിച്ച് ഒരു ക്രിസ്ത്യാനിയായിട്ടൊക്കെ ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഇത്ര വലിയ സ്നേഹമാണ്. ആ സ്നേഹത്തെ നമ്മൾ ചേർത്ത് പിടിക്കണം. ഈശോയുടെ ഹൃദയം അതിലുണ്ട്. ആ ഒരു വലിയ വിശ്വാസം നമുക്കുണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ മേലെ ദൈവത്തിൻ്റെ കൃപ ശക്തമായിട്ട് ഇറങ്ങി വരാൻ കർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറയാനായിരുന്നു. കർത്താവ് നമ്മോട് കൂടെ വസിക്കാനായിട്ടാണ് ഈ ദിവ്യകാരുണ്യം സ്വീകരിച്ചത്. ഇന്നും അന്നും ഈ ദിവ്യകാരുണ്യം തള്ളിപ്പറഞ്ഞു പോകുന്ന മനുഷ്യരുണ്ട്. എൻ്റെ ഈശോയെ, ഈ ദിവ്യകാരുണ്യത്തിലുള്ള നിന്റെ വലിയ ശക്തി, നിന്നെ തന്നെ തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ആരാധന, ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം, പരിശുദ്ധാത്മ അഭിഷേകം കർത്താവേ ഞങ്ങൾക്ക്